ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തണിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോംപ്രിഹെൻഷൻസ് ആണ്. സോ കോംപ്രിഹെൻഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിസ്റ്റ് കോംപ്രിഹെൻഷനും ഡിക്ഷണറി കോംപ്രിഹെൻഷനുമാണ് ഉള്ളത് പൈത്തണിൽ. ആൻഡ് കോംപ്രിഹെൻഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഈസിയസ്റ്റ് ആൻഡ് കൺസൈസ് വേ ഓഫ് അപ്രോച്ചാണ് ക്രിയേറ്റിങ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നതിനും. നമ്മളൊരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി നമുക്കൊരു സിംഗിൾ ലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആണ് ഈ കോംപ്രിഹെൻഷൻസിൻ്റെ ഏറ്റവും വലിയൊരു യൂസേജ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു ലിസ്റ്റോ ഒരു ഡിക്ഷണറിയോ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ബേസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് അപ്പോൾ ബേസിക്കലി അതൊരു ലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് 0 തൊട്ട് 100 വരെയുള്ള ഒരു നമ്പേഴ്സിൻ്റെ ഈവൻ നമ്പേഴ്സിൻ്റെ ലിസ്റ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നോർമൽ വേ ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർ ലൂപ്പ് ഫോർ ഐ റേഞ്ച് ഓഫ് 0 to 100 വരെ കിടക്കുന്നല്ലേ. 100 വരെയുള്ള നമ്പേഴ്സിന് നമ്മളൊരു ഫോർ ലൂപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് ഐ മോഡുലസ് 2 equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈവൻ നമ്പേഴ്സ് ഡോട്ട് അപ്പെൻഡ് ഐ. ഓക്കെ, എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ ഉത്തരം കിട്ടും. 0 ഇൻക്ലൂഡ് അല്ല, 1 തൊട്ട് 0 is ഓക്കെ. നമുക്കാണ് 2 തൊട്ട് 100 വരെ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഒരു ആക്ച്വലി ഈ ഒരു ലിസ്റ്റിൻ്റെ ഒരു ഡിക്ലറേഷൻ തൊട്ട് ഒരു 4 ലൈൻസ് എടുത്തു. ഇപ്പോൾ ഈ ഒരു സെയിം സംഭവം തന്നെ ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് വെച്ച് എഴുതുവാണെങ്കിൽ ഈവൻ നമ്പേഴ്സ് 1 ഈക്വൽ ടു ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. ഒരു എംപ്റ്റി ലിസ്റ്റിന് കൊടുക്കുന്ന പോലെ ഒരു ഓപ്പൺ ബ്രാക്കറ്റും പിന്നെ ഒരു ക്ലോസ് ബ്രാക്കറ്റും കൊടുക്കും. ഇതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ ഇപ്പോൾ സ്പെസിഫിക് നമ്മൾ 4i ഇൻ റേഞ്ച് ഓഫ് നേരത്തെ 1 to 101 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഏത് എലമെൻ്റ് ആണോ നമുക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആ എലമെൻറ്റിന് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യുക. ദെൻ അതിൻ്റെ റേഞ്ച് ഏത് തൊട്ട് ഏത് വരെയാണെന്നുള്ളത്. ദെൻ തേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷൻ നമ്മളിപ്പോൾ അവിടെ എഴുതി കൊടുത്ത പോലെ ഇപ്പോൾ ഐ മോഡുലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റൺ ചെയ്താൽ നമുക്ക് ആ സെയിം റിസൾട്ട് തന്നെ ഇവിടെ കിട്ടി. അപ്പോൾ ഈ രണ്ട് വേയിൽ നമുക്ക് എഴുതാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു 4 ലൈൻ എടുത്തതിന് ഇവിടെ നമുക്കിപ്പോൾ ഒരു ഒറ്റ സിംഗിൾ ലൈനിൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് ഈ ഒരു ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻസ് കൊണ്ടുള്ള ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ലാംഡ ഫംഗ്ഷൻസ് എഴുതത്തില്ലേ, സിമ്പിൾ ഫംഗ്ഷൻസ്, ഒരൊറ്റ ലൈനിൽ നമ്മൾ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ഫംഗ്ഷൻസ്. സോ അതേപോലെയാണ് കോംപ്രിഹെൻഷൻസ്. സിമ്പിൾ കൺസൈസ് വേ ഓഫ് അപ്രോച്ചാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ആ ഒരു എലമെൻ്റാണ് ഈ ഐ എന്ന് പറയുന്നത്. പിന്നെ ബേസിക്കലി നമ്മൾ എഴുതുന്ന ഒരു ഫോർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിലുള്ള സിൻടാക്സ് 4i ഇൻ റേഞ്ച് ഓഫ് എന്താണ് കണ്ടീഷൻ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറൊരു ലിസ്റ്റിൽ എലമെൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4i ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലിസ്റ്റ്. സോ ഈ ഐ ആണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ആൻഡ് ഈ ഐ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഐക്ക് പകരം ഇപ്പോൾ എനിക്ക് ഐക്കല്ല ഐ അല്ല, എനിക്കിപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക എല്ലാ നമ്പേഴ്സിൻ്റെ. സോ ഞാൻ ഇവിടെയാണ് ഇങ്ങനെ ഐ ആയിട്ടാണ് i*2 എന്ന് കൊടുത്താൽ ബേസിക്കലി i*2 എന്നല്ല കൊടുക്കാനുള്ളത്. സ്ക്വയർ ആണെങ്കിൽ നമ്മളിവിടെ ഒരു ക്യാരറ്റ് സിമ്പിളാണ് കൊടുത്തിട്ട് എഴുതിയാൽ ഇനി ആഡ് ആവുന്നതെല്ലാം ഈ i² ആയിരിക്കും, അതിൻ്റെ വാല്യൂ ആയിരിക്കും. ആൻഡ് ഇതാണ് ഈ കണ്ടീഷൻ, ഈ മൂന്നാമത്തെ. ഓക്കെ, ആദ്യത്തേത് എന്താണോ എലമെൻറ്റിലേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്, 2 എവിടെ തൊട്ട് ഏതുവരെയാണ് വർക്ക് ചെയ്യേണ്ടത്, മൂന്നാമത്തെ കണ്ടീഷൻ. ഈ ഒരു ബൂളിയൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഒരു എലമെൻറ്റ് ഇവിടെ ആഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 മോഡുലസ് 2 ഈക്വൽ ടു 0 അല്ല, ഫോൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യത്തില്ല, ഈ ഒരു ഓപ്പറേഷൻ നടത്തി ആഡ് ചെയ്യത്തില്ല. ആ സമയത്ത് നമ്മൾ 2 കൊടുക്കാൻ നേരത്തെ അത് ട്രൂ ആയതുകൊണ്ട് 2 ക്യാരറ്റ് സിമ്പിൾ 2² അത് അവർ ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അതിനനുസരിച്ചാണ്
ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, then there is ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിക്ഷണറി കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ ഡിക്ഷണറി കോമ്പിനേഷൻ സിമ്പിളാണ്. ഇപ്പോൾ ഈ സെയിം സംഭവം തന്നെ ഞാനിപ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഇതിലെഴുതാം അല്ലേ. ഇപ്പോൾ ഒരു സെയിം സംഭവം തന്നെ ഒരു ഡിക്ഷണറിയിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം മാറ്റി ഞാൻ ഡിക്ഷണറി ആക്കി. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇവ നമ്പർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരായി അതിൻ്റെ സ്ക്വയറും രണ്ടിൻ്റെ സ്ക്വയർ ഫോറിൻ്റെ സ്ക്വയറാണ് സ്റ്റാർ ആയി. സോറി ഫോർ ദാറ്റ് ഗൈസ്, ഐ ജസ്റ്റ് ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 100ൻ്റെ സ്ക്വയർ 10,000 ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിക്ഷണറി കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതിന് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കൺട്രോളെല്ലാം ഇവിടെ നമ്മൾ ലിസ്റ്റിന് ചെയ്തുകൊണ്ടാണ് ഒരു ലിസ്റ്റിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ആണ് ക്ലോസിങ് ബ്രാക്കറ്റ്. ഡിക്ഷണറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ആണ് ക്ലോസ് കർലി ബ്രാക്കറ്റ്സ് കൊടുക്കും. എന്നിട്ട് എന്താണോ കീ ആയിട്ട് വരാനുള്ളത്, ഇപ്പോൾ നമ്മൾ ബേസിക്കലി ലൂപ്പ് എഴുതുന്നത് ഫോർ ഐ range of 1 to 101. ബേസിക്കലി അതേപോലെ സെയിം കണ്ടീഷൻ ഇഫ് ഇതിലല്ലേ ഐ മോഡുലസ് 2 equal to 0 ആൻഡ് ഫോർ ഐ ഇൻ റേഞ്ച്. ഇനി അടുത്തുള്ള കണ്ടീഷനാണ് ഡിക്ഷണറിയിൽ എങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, കീ ആൻഡ് വാല്യൂയുടെ വാല്യൂ. സോ കീക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതേപോലെ തന്നെ ഐ സ്റ്റാർ ഐ ആയിരിക്കും. സോ ഇവിടെ വന്നാൽ എനിക്ക് സെയിം ആയിട്ടുള്ള ആൻസർ തന്നെ ഇവിടെ കിട്ടും. കണ്ടോ, ഇവിടെ അതേപോലെ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എപ്പോൾ ട്രൂ ആവുന്നു ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ഇവിടെ നമ്മൾ എന്തോ ഓപ്പറേഷനാണ് എഴുതിയേക്കുന്നത് വെച്ചാൽ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യും. രണ്ടാമത്തത് എവിടെ തൊട്ട് ഏത് വരെ പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്തോ ഓപ്പറേഷൻ ഇങ്ങനെ ഏത് കീ എന്താണ് കീ വാല്യൂ വരേണ്ടത്, വാല്യൂവിന് എന്ത് വാല്യൂ ആണ് വരേണ്ടത്, കീക്ക് എന്ത് വാല്യൂ ആണ് വരേണ്ടത് എന്നുള്ള ബേസ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് ഇതേപോലെ വർക്കാവും. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടുമാണ് കോംപ്രിഹെൻഷൻസ് ഉള്ളത്. പിന്നെ ഇതിൽ വേറൊരു സംഭവമുണ്ട്, അത് ആക്ച്വലി തെറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റും ട്യൂപ്പിളും എഴുതിയ പോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം, ലിസ്റ്റും ഡിക്ഷണറി എഴുതിയ പോലെ ട്യൂപ്പിളും ആണ് എഴുതാം. എക്സ് ഇൻ റേഞ്ച് ഓഫ് എന്നിവിടെ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വർക്കാവില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഇത് നിങ്ങൾക്ക് ഒരിക്കലും എററൊന്നും കിട്ടത്തില്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് എററൊന്നും കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു ജനറേറ്റർ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഈ എഴുതുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കൺസൈസ് വേ ഓഫ് റൈറ്റിംഗ് ഒരു ജനറേറ്റർ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് നമ്മൾ നേരത്തെ എഴുതിയ ലിസ്റ്റ് ഡിക്ഷണറിയൊക്കെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ 4 ലൈനിൽ എഴുതിയ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതിയില്ലേ, അതേപോലെ നമുക്കൊരു ജനറേറ്റർ ഫംഗ്ഷനും എന്ത് ചെയ്യാം, നോർമൽ എഴുതുന്ന പോലെ എഴുതിയാം. പക്ഷേ ഇതേപോലത്തെ ഒരു പർപ്പസ്, ഇതേപോലെ ഒരു കൺസൈസ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജനറേറ്റർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൈത്തണിലെല്ലാം ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. സോ ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. സോ ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് എറർ കിട്ടത്തില്ല. ഇതിപ്പോൾ ഓപ്പണിങ് ക്ലോസിങ് പാരാൻതീസിസ് ആണെങ്കിൽ കൂടി ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റർ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ ജനറേറ്റേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക്, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്റേഴ്സ് ബേസിക്കലി നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു വലിയ റേഞ്ച് ഓഫ് വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അത്രയും വാല്യൂസ് ഒരിക്കലും നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടിരിക്കത്തില്ല, 1 at a ടൈമിൽ മാത്രമേ മെമ്മറിയിൽ സ്റ്റോർ ആകത്തുള്ളൂ. സോ അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ജനറേറ്റർ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ലിസ്റ്റോ ഡിക്ഷണറിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അത്രയും മെമ്മറിയിൽ ക്രിയേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സമയത്ത് അത് നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല. സോ ഇങ്ങനെ എഴുതി വന്നാൽ ഇതൊരിക്കലും എററോ ഒന്നുമല്ല, ഇത് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ജനറേറ്റർ ഒബ്ജക്റ്റാണ്. സോ ഇത് ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്.
ജനറേറ്റേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ആക്ച്വലി ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.